ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു 3 പെർഫ്യൂം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അതിൽ 2 വുമൻസ് പെർഫ്യൂമും 1 മെൻസ് പെർഫ്യൂമുമാണ്. നിങ്ങൾക്ക് ഡെയിലി ഓഫീസ് വെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫങ്ഷൻസിന് പോകുമ്പോഴാണെങ്കിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഫ്രാഗ്രൻസ് ഉള്ള ഒരു 3 പെർഫ്യൂമാണ്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക, പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ ഭയങ്കര സെലക്റ്റീവ്. എനിക്ക് ഒരുവിധപ്പെട്ട പെർഫ്യൂംസ് ഒന്നും ഇഷ്ടപ്പെടത്തില്ല. മാത്രമല്ല എൻ്റെ കാശ് ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ട് എന്താ പറയുക കളയുന്നതും ഈ ഫ്രാഗ്രൻസിൻ്റെ പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട 3 പെർഫ്യൂമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കേട്ടോ. പിന്നെ അതിൻ്റെ അവസാനം ഞാനൊരു പെർഫ്യൂം ഓയിലും കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പരിചയപ്പെട്ടല്ലോ. ഇതാണ് ഫസ്റ്റ് വൺ, ജിമ്മി ചൂടെ ബ്ലോസം. ഇതാണ് ഫസ്റ്റ് പെർഫ്യൂം കേട്ടോ. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോറൽ ടൈപ്പ് സ്മെല്ലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പൊതുവേ ഇങ്ങനത്തെ പിങ്ക് കളറിൽ വരുന്ന സാധനങ്ങൾ പൊതുവെ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ഞാൻ എപ്പോഴും പറയും ഗേളിഷ് സ്മെല്ലാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിവാക്കുക സാധാരണ പതിവുണ്ട്. പക്ഷേ ഈ പെർഫ്യൂം ഉണ്ടല്ലോ, ജസ്റ്റ് വാവ്. ഇതെനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഈ പെർഫ്യൂം ഞാൻ വെയർ ചെയ്ത് പോയിട്ട് എൻ്റെ ഓഫീസിലുള്ളവർ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരിക്കൽ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവിടെയുള്ളവർ ചോദിച്ചിട്ടുണ്ട് ഏതാ പെർഫ്യൂം എന്ന്. അപ്പോൾ അത്രയും കോംപ്ലിമെൻ്റ് കിട്ടിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് ഈ ജിമ്മിയുടെ ഈ ബ്ലോസ് എന്ന് പറഞ്ഞത്. അധികം ഭയങ്കര റേറ്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 50 പൗണ്ട്സിൻ്റെ താഴെയിൽ കിട്ടാറുണ്ട്. അപ്പോൾ അത്രയുള്ളൊരു വണ്ണത്തെ സൂപ്പർ പെർഫ്യൂം. പിന്നെതാ ഇതാ 2. ഇത് DNGയുടെ പെർഫ്യൂമാണ് കേട്ടോ. DNGയുടെ ഇത് നേരത്തെ ഞാൻ കാണിച്ചത് EDT ആണ്, പക്ഷേ ഇത് ആക്ച്വലി EDT ആണ്. നോർമലി നമ്മൾ പറയുന്ന EDT ലാസ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുക. പക്ഷേ ദിസ് വൺ ജസ്റ്റ് വാവ്. സീരിയസ്ലി ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ്. അതെന്താണെന്ന് എനിക്കറിയില്ല. EDT ആയിട്ട് പോലും ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫ്യൂമാണ് DNGയുടെ. ഇത് സത്യത്തിൽ ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇംപെറാട്രിസ് അങ്ങനെ എന്തോ സംഭവമാണ്. എനിക്ക് സത്യമായിട്ടും ഇത് വായിക്കാൻ അറിയില്ല. നിങ്ങൾക്ക് ഈ ഒരു ബോട്ടിൽ കണ്ടാൽ, ഇങ്ങനത്തെ ബോട്ടിൽ ഇതിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടാൽ മനസ്സിലാവും. ഇതും 50 പൗണ്ട്സിന് താഴെ വരുന്ന ഒരു പെർഫ്യൂമാണ്. അടിപൊളി സ്മെല്ലെന്ന് പറഞ്ഞാൽ അടിപൊളി സ്മെല്ലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട, ഒരുപാട് കാലമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമാണ്. അപ്പം DNG. ഇത് പ്ലേ ബോയുടെ പെർഫ്യൂമാണ്. ഞാൻ നേരത്തെ കാണിച്ച 2 വുമൻസ് പെർഫ്യൂം ആണെങ്കിൽ ഇത് മെൻസ് പെർഫ്യൂമാണ് ആക്ച്വലി. ഇത് ബിബിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ഇതെനിക്ക് തോന്നുന്നു ഭയങ്കര ചീപ്പാണ്. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നു 30 പൗണ്ട്സിൻ്റെ താഴെയാണെന്ന് തോന്നുന്നു. അത് ഓഫറിൽ കിട്ടിയതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും 50 പൗണ്ട്സിൻ്റെ താഴെ തന്നെയാണ്. ഇതും പ്ലേ ബോയുടെ പെർഫ്യൂമാണ്. ഈ ഗ്രീൻ കളർ വരുന്ന ഇതിൻ്റെ വാരിയൻറ്റിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഏതായിരുന്നു എന്നുള്ളത്. ഇവിടെ ബോക്സും കാണുന്നില്ല. അപ്പോൾ ഈ ഒരു പെർഫ്യൂം അതുപോലെ ഈ ഗ്രീൻ കളർ, ഈ കളർ നോക്കി വെച്ചാൽ മതി. ഇതും നല്ല അടിപൊളി കിഡിലൻ പെർഫ്യൂമാണ് കേട്ടോ. ഇനിയാണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള സാധനം. ഈ ഒരു പെർഫ്യൂം അതിൽ കണ്ടോ, ഇത് ഭയങ്കര കുഞ്ഞു സാധനമാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ സുപ്പീരിയർ ഗേൾ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ആമസോണിൽ സുപ്പീരിയർ ഗേൾ പെർഫ്യൂം ഓയിൽ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കിട്ടും. 8 പൗണ്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ 8 പൗണ്ടിന് ഇത് വർത്താണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ ഞാൻ പറയും. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ഏത് പെർഫ്യൂം അടിച്ചാലും കുറച്ച് ഇതെടുത്തിട്ട് ഇങ്ങനെ അടിക്കും. അത് അത്രയും നല്ല സ്മെല്ലാണ്. നമുക്ക് തന്നെ ഒരു ഫ്രഷ് ഫീലിംഗ് ഇങ്ങനെ കിട്ടുന്ന അങ്ങനത്തെ ഒരു അടിപൊളി സാധനമാണ് ഈ പെർഫ്യൂം ഓയിൽ. അപ്പോൾ ഈ ഒരു 3 സാധനം ഇതും കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ വേറെ ഏതെങ്കിലും പെർഫ്യൂം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വരാം. എല്ലാവർക്കും